കരയോഗ സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ് അവറുകൾ, വേദിയിൽ ആശംസാ പ്രസംഗകരായി എത്തിയിട്ടുള്ള പള്ളിവിളക്ക് സേവാ സംഘം പ്രസിഡന്റ് അനന്തകുമാര പണിക്കർ, 775 നമ്പർ കരയോഗ സെക്രട്ടറി സുരേഷ് മീനത്തേതിൽ, 2758 നമ്പർ കരയോഗ പ്രസിഡന്റ് രാധാകൃഷ്ണക്കുറുപ്പ്, 3757 നമ്പർ NSS കരയോഗം പ്രസിഡന്റ് കടമ്പൂർ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ പണിക്കർ, 5496 നമ്പർ NSS നാഗരാജ NSS കരയോഗം പ്രസിഡന്റ് MK ശ്രീകുമാർ, ഇവിടെ കൃതജ്ഞത അർപ്പിക്കാൻ എത്തിയിട്ടുള്ള 1754 നമ്പർ NSS കരയോഗം ജോയിന്റ് സെക്രട്ടറി ജയകൃഷ്ണൻ ഉണ്ണിത്താൻ, അതുപോലെ തന്നെ ഈ വേദിയിൽ സദസ്സിലും ഉള്ള വ്യക്തികളെ നമസ്കാരം. അതായത് ഉദ്ദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കുന്നത്തുകുളങ്ങ ദേവീ ക്ഷേത്രത്തിൽ ഇങ്ങനെ 2 പള്ളിവിളക്ക് ഉണ്ടാവുകയും അത് കാലാകാലങ്ങളിലായി ബുധനൂർ കിഴക്കെ 1754 നമ്പർ NSS കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലും ബുധനൂർ പടിഞ്ഞാറ് പള്ളിവിളക്ക് സേവാ സംഘത്തിൻ്റെ ഉടമസ്ഥതയിലും സംരക്ഷിച്ചും 10ാം അധ്യായത്തോടനുബന്ധിച്ച് മേളമാസം 10ാം തീയതി അത് ദീപം ജ്വലിച്ച് അതിനുശേഷം ഈ 2 വിളക്ക് വിളക്കാണ് 2 വിളക്ക് വരെ അയച്ചു വയ്ക്കുകയും വീണ്ടും 1 വർഷം ഇതിനുവേണ്ടി കാത്തിരിക്കും. അങ്ങനെ 13 വർഷമായി നടന്നു വരുന്ന സംരംഭമാണ്. ബുധനൂർ കിഴക്ക് പള്ളിവിളക്ക് കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിൽ വരികയും കഴിഞ്ഞ വർഷം ഏപ്രിൽ തന്നെ മുൻ തലമുറ ഈ തലമുറയ്ക്ക് കൈമാറിയ പള്ളിവിളക്ക് വരും തലമുറയ്ക്ക് കൈമാറണമെന്നുള്ള കരയോഗ അംഗങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വെളിച്ചത്തിൽ പള്ളിവിളക്ക് പുതുക്കിപ്പണിയാനായി തീരുമാനിക്കുകയും അതിലേക്ക് വേണ്ട പ്രാരംഭ നടപടികൾ കരയോഗം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനു വേണ്ടി വരുന്ന ഏതാണ്ട് 1300 കുവിക്കടി ആഞ്ഞിലിത്തടിയും അതുപോലെ പ്ലാവ്, പാല, പൈന്, കോക് ഈ വക തടികൾ നമ്മുടെ സ്ഥലത്ത് പണ്ട് സുലഭമായി ലഭിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ കിട്ടാതെ വന്നപ്പോൾ അത് അന്വേഷിച്ച് പല ദൂരസ്ഥലങ്ങളിൽ 19 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലങ്ങൾ പോയി മണിമല അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇത് സംഘടിപ്പിക്കുകയും അത് ഇവിടെ എത്തിക്കുകയും ആ സമയം പണ്ട് കാലങ്ങളിൽ അതുപോലെ ഇത് മില്ലിൽ അറക്കാൻ പറ്റാതെ അതായത് 55-65 അടി നീളമുള്ള 100-115 വണ്ണമുള്ള ആഞ്ഞിലിത്തടികൾ മില്ലിൽ അറക്കാൻ പറ്റാതെ വാളുകൊണ്ട് തന്നെ അറക്കേണ്ടത് അതിനുള്ള ആൾക്കാർ ഈ നാട്ടിൽ ഇന്നില്ലാതെ വന്നപ്പോൾ അതും പുറത്തുനിന്ന് അവരെ സംഘടിപ്പിച്ച് അവരിവിടെ വന്ന 2.5 മാസം ഈ ക്ഷേത്ര അങ്ങനത്തെ തന്നെ താമസിച്ച് ആ തടി അറുത്ത് ഉരുപ്പടിയാക്കുകയും അതുപോലെ ഇതിൻ്റെ പണ്ടുണ്ടായിരുന്ന വിളക്കിൻ്റെ മനോഹാരിത ഭംഗി നഷ്ടപ്പെടാതെ ഇത് നിർമ്മിക്കാൻ വേണ്ട ശില്പയെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ വന്നപ്പോൾ കടമ്പൂർ തുണ്ടി സോമനാശാരി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ 5-10 പണിക്കാരുടെ 4 മാസമായിട്ടുള്ള നിരന്തര പരിശ്രമ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ മനോഹരമായി കാണുന്ന പള്ളിവിളക്ക് തീർന്നിട്ടുള്ളത്. ഒരു പക്ഷേ മുമ്പുണ്ടായതിനെക്കാട്ടിലും നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ആഗ്രഹിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ആ ഏറ്റെടുത്ത ജോലി ചെയ്തിട്ടുണ്ട്. അതിന് ഈ കരയോഗത്തിന് അദ്ദേഹത്തിനുള്ള നന്ദി അദ്ദേഹത്തോട് പണിക്കാരെ നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ ഇതിനുള്ള തുകകൾ ഈ കരയോഗ അംഗങ്ങളിൽ അതായത് 170 അംഗസംഖ്യകൾ ഈ കരയോഗത്തിന്റെ അംഗങ്ങളിൽ നിന്ന് വനസംഖ്യയിട്ട് ആ വനസംഖ്യ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഏതാണ്ട് 25 ലക്ഷം രൂപ ഈ അംഗങ്ങൾ തന്നെ ഇതിന്റെ പണി. പക്ഷേ ഈ കരയോഗങ്ങളിൽ പലർക്കും ആ സമയങ്ങളിൽ സംശയം ഉണ്ടായിരുന്നു, പള്ളിവിളക്കിന്റെ പണി പൂർത്തിയാവുമോ, ഈ വർഷം 2013 ഏപ്രിൽ പള്ളിവിളക്ക് കത്തിക്കുമോ. പല അംഗങ്ങളും ഈ കരയോഗ ഭരണസഭയോട് ചോദിച്ചു എന്താണ് ഇതിന്റെ ഉദ്ദേശം. പക്ഷെ അപ്പോഴെല്ലാം സരസവോട് പറഞ്ഞ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം നടന്നിട്ടുണ്ട്, നടക്കുകയും ചെയ്യും. ആരുടെയും വലിപ്പമല്ല, അതിനാരും സംശയിക്കേണ്ട. മുൻകാലങ്ങളിൽ കരയോഗം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കരയോഗങ്ങളെ കൂട്ടായ്മ കൊണ്ട് നടന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അമ്മയെ അത് ഫലപ്രാപ്തിയിൽ എത്തിക്കും. ആ ഫലപ്രാപ്തിയിൽ എത്തിയ നിമിഷമാണിത്. അതിന് ഈ കരയോഗങ്ങൾക്ക് അതിനുള്ള ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഇതിനു വേണ്ടി സംഭാവന നൽകിയിട്ടുള്ള കരയോഗ അംഗങ്ങളും അതേപോലെ നാട്ടുകാരും സഹകരിച്ചിട്ടുള്ള നാട്ടുകാർക്കും ഈ കരയോഗത്തിനുള്ള ഹൃദയംഗമായ നന്ദി അവരോട് രേഖപ്പെടുത്തുകയും മേലിലും നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നമ്മുടെ സമുന്നതരായ സമുദായ നേതാക്കന്മാർ നേരത്തെ ഇവിടെ കാലഘട്ടം എത്തിയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് നേരത്തെ എത്തിയിരുന്നു. അതുകൊണ്ട് അവരുടെ സമയം ഞാൻ അവഹരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം യാ ദേവീ സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ.
ബഹുമാനപ്പെട്ട NSS പ്രസിഡന്റ് ശ്രീ PN നരേന്ദ്രനാഥ് നായർ, അതേപോലെ ശ്രീ KN വിശ്വനാഥപിള്ള, വിശേഷപ്പെട്ട പ്രത്യേകമായിട്ടുള്ള അതിഥികളെ, മറ്റ് പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, വാസ്തവത്തിൽ ബുധനൂരിൽ ഞാനൊരു VIP ഒന്നുമല്ല. വാസ്തു ധാരാളം ഇവിടെ വന്നിട്ടുണ്ട്, പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ സന്യാസിമാരിൽ ധാരാളം സന്യാസിമാരൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ പോലും ബുധനൂരിലെ ഈ കൂട്ടായ്മയെക്കുറിച്ചും പള്ളിവിളക്കിനെക്കുറിച്ചും ഒക്കെ ആദ്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഞാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ, ഇവിടെ വരാൻ തുടങ്ങിയ മുതൽ തന്നെ ഇതിൻ്റെ വിശേഷതയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ, ഒരു പ്രാവശ്യം ഞാനിത് കുറച്ചു കാലം മുൻപ് കാണാൻ ഇവിടെ വന്നിരുന്നു, ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ മഹത്വം പല സന്യാസിമാരുടെ, ഞങ്ങൾ സന്യാസിമാരൊക്കെ കൂടുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർക്കൊന്നും വാസ്തവത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഒരു ഭഗീരഥ പ്രയത്നം എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിച്ചത് വളരെ ശരിയാണ്. ഏത് ഭഗീരഥ പ്രയത്നത്തിനും ഭഗീരഥന് പോലും ഗംഗയെ കൊണ്ടുവരാൻ വലിയ പരിശ്രമം വേണ്ടി വന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈശ്വര അനുഗ്രഹം, അതിൻ്റെ പരിസമാപ്തി ശുഭപ്രദമാക്കി തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഗംഗാ നദിയെ അദ്ദേഹത്തിന് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റിയത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ധാരാളം സജ്ജനങ്ങളുടെ നല്ല മനസ്സും അവരുടെ ആത്മീയ ബോധവും ക്ഷേത്രവിശ്വാസവും പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച കഠിനാധ്വാനികളായ ആൾക്കാരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമവും ഒക്കെ കൊണ്ട് അത് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി തീർന്നപ്പോൾ വലിയ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾക്ക് വീഴ്ച വരുന്നത് ഈശ്വര വിശ്വാസക്കുറവും അവിടെ സമർപ്പിക്കുന്ന മനസ്സിൻ്റെ കുറവും കൊണ്ട് പലതും നേടിയെടുക്കാൻ പറ്റാറില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളത്, ഇനി എനിക്ക് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പറയാം, ഇതാ നിങ്ങൾ ബുധനൂരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. അവിടെയുള്ള ജനങ്ങളുടെ കൂട്ടായ്മയും എല്ലാവരുടെയും കഠിനാധ്വാനവും കൊണ്ട് ഒരു വൻ കാര്യം സാധിച്ചിരിക്കുകയാണ്. നമുക്ക് പലപ്പോഴും വീഴ്ച പറ്റുന്നത് അങ്ങനെയുള്ള കൂട്ടായ്മയില്ലാത്തത് കൊണ്ടും കഠിനാധ്വാനമില്ലായ്മയും കൊണ്ടാണ് എന്ന് എനിക്ക് പറയാം. പലപ്പോഴും കൂട്ടായ്മയുണ്ടാകും, പക്ഷെ അധ്വാനം ഉണ്ടാവില്ല, മടിയന്മാരായിട്ട്. ആ അധ്വാനത്തിന്, കൂട്ടായ്മയ്ക്ക് ഒക്കെ ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും വേണം. ഇവിടെ ഇതിനൊക്കെ കാരണഭൂതയായിട്ടുള്ള സർവശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹം ഈ പ്രദേശത്തിനുണ്ട് എന്നുള്ളത് വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കുട്ടികളുടെ ക്ലാസ്സിൽ, അതേപോലെ തന്നെ മറ്റുള്ള സത്സംഗങ്ങളിൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഞാനിവിടെ വന്നപ്പോൾ വളരെ മോശമായിരുന്നു ഇവിടുത്തെ സ്ഥിതി. പക്ഷെ പിന്നീട് ജനങ്ങളുടെ കൂട്ടായ്മ വർദ്ധിച്ചപ്പോൾ ബുധനൂരിന്
ഒട്ടാകെ ഒരു ഉയർച്ചയുണ്ടായി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ പറയാനുള്ള കാര്യം കൂടിയാണത്. ഇവിടെ ഇപ്പോൾ ബാലകേന്ദ്രങ്ങളുണ്ടായി, സമാജ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി, മറ്റ് പല പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ കഴിഞ്ഞ മാസം ഇവിടെ തൊട്ടടുത്തുള്ള നേർവിളാകത്ത് ഒരു പള്ളി വിളക്ക് സമർപ്പണത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരമുണ്ടായി. പക്ഷെ അതൊന്നും ഒരു വിശേഷമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ വരുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത്, ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ചെറിയ പള്ളി വിളക്ക് ആയിരിക്കും എന്നുള്ള. എല്ലാ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, എല്ലാ സന്യാസിമാരും വിശ്വസിക്കുന്നത് പള്ളി വിളക്കോ. ഞാൻ ചിലരോട് പറയുക തന്നെ ചെയ്തപ്പോൾ അതെന്താണത്, ഒരു വിളക്ക് കത്തിക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള മഹത്വമേറിയ കാര്യങ്ങൾ കണ്ട് തൊട്ട് അറിയുക തന്നെ വേണം എന്നുള്ളത് പറയുന്നത് സത്യം തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാം മഹത്തായ പരിശ്രമ ഫലമായിട്ട് ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വലിയ ദീപം എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. ഇതിലൊക്കെ ഈ നോട്ടീസിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്കെല്ലാം ശക്തി നൽകുന്ന സൂര്യദേവന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. സത്യസ്വരൂപിണിയായിട്ടുള്ള അമ്മ ഈ ദീപം ഇവിടെ കത്തിക്കുമ്പോൾ ഇവിടെ സജീവ സാന്നിധ്യം കൊണ്ട് അന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും ശക്തിസ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും ഈ പള്ളിവിളക്ക് സമർപ്പണ ആ മഹത്തായിട്ടുള്ള കാര്യത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിലും വളരെ സന്തോഷം അറിയിക്കുകയും ശക്തിസ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ പാദപത്മങ്ങളിൽ എൻ്റെ നമസ്കാരം അറിയിക്കുകയും ചെയ്യുന്നു. അതേ അവസരത്തിൽ നിങ്ങളുടെ കൂട്ടായ്മ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകട്ടെ. വൻ വിജയങ്ങൾ നേടിയെടുക്കാൻ ഈ ഗ്രാമത്തിനും ഇവിടെയുള്ള സജ്ജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട NSS പ്രസിഡന്റ് ശ്രീ പള്ളിവിളക്ക് സമർപ്പണം ശ്രീ PN നരേന്ദ്രൻ നായർ അവർകൾ. ആദരണീയനായ യോഗാധ്യക്ഷൻ 1754 നമ്പർ ദേവീവിലാസം NSS കരയോഗത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സോമശേഖർ കാർണവർ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പെരുവ ഗീതാമന്ദിരാശ്രമം മഠാധിപതി സദ്ഗുരു ശ്രീമദ് വേദാനന്ദ സരസ്വതി സ്വാമി അവർക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും ചെങ്ങന്നൂർ NSS താലൂക്കിൻ്റെ പ്രസിഡന്റും നായർ സർവീസുകാരുടെ സംഘടനാ ശാഖാ മേധാവിയും ആയ ആദരണീയനായ ശ്രീമാൻ വിശ്വനാഥൻ പിള്ള അവർക്ക്, പള്ളിവിളക്ക് സേവാസംഘം പ്രസിഡന്റ് ശ്രീ അനന്തകുമാര പണിക്കർ, 775 നമ്പർ ശ്രീ ദുർഗാവിലാസം NSS കരയോഗം സെക്രട്ടറി ശ്രീ സുരേഷ് മീനത്തേതിൽ, 2758 നമ്പർ NSS കരയോഗം പ്രസിഡന്റ് ശ്രീ പി രാധാകൃഷ്ണക്കുറുപ്പ്, 3757 നമ്പർ NSS കരയോഗ പ്രസിഡന്റ് ശ്രീ TK ഗോപാലകൃഷ്ണ പണിക്കർ, 5496 നമ്പർ നാഗരാജവിലാസം NSS കരയോഗം പ്രസിഡന്റ് ശ്രീ MK ശ്രീകുമാർ, 2733 നമ്പർ KNK മെമ്മോറിയൽ NSS കരയോഗം പ്രസിഡന്റ് ശ്രീ മഹേശൻ നായർ. സ്വാഗത പ്രസംഗം നടത്തിയ
ശ്രീ ഗോപാലകൃഷ്ണൻ കുറുപ്പ് 1756 നമ്പർ ദേവിദാസൻ കരയോഗം സെക്രട്ടറി, കൃതജ്ഞത അർപ്പിക്കാനിവിടെ സന്നിഹിതനായിരിക്കുന്ന ബുധനൂർ കിഴക്ക് NSS കരയോഗത്തിൻ്റെ 1754 നമ്പർ കരയോഗത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജയകൃഷ്ണൻ ഉണ്ണിത്താൻ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാം നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു കർമ്മം ആണ് നിർവഹിക്കുവാൻ എനിക്കിന്ന് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സൗഭാഗ്യമുണ്ടായത്. ഈ പള്ളിവിളക്ക് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ള അത്യപൂർവമായ ചടങ്ങ് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ പൂർവജന്മ സുഹൃതം എന്ന് ഞാൻ കരുതുന്നു. ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഈ ഒരു വിളക്ക് ഏതെങ്കിലും കാലത്തിന് പുനർനിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 100 വർഷം പിടിക്കും. ഇത് നിത്യവും ഉപയോഗിക്കുന്നതല്ല. എന്നിരുന്നാൽ പോലും സ്വാമിജി സൂചിപ്പിച്ചതുപോലുള്ള കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഫലമായി ഏതാനും ഒരു മാസങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഈ മനോഹരമായ ഈ ദീപസ്തംഭം കേടുകൂടാതെ തീർച്ചയായും ഒരു 100 വർഷക്കാലത്തോളം നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ തടികളെല്ലാം അതുപോലെ പ്രത്യേകതയുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന വിളക്കും കേടുപാടുകൾ സംഭവിച്ചതാണ്ട് 10-75 വർഷങ്ങൾക്ക് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദി ഉള്ളതിനെല്ലാം അന്ത്യം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇല്ലെങ്കിലും ഭൗതികമായ ഇതേമാതിരി കാര്യങ്ങൾക്ക് ഒരവസാനവും ഉണ്ടായിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ദേവീ ചൈതന്യം ദിവസവും ഇതിൽ കുടികൊള്ളും എങ്കിൽ പോലും അതിനും ഒരവസാനം ഈ ഭൗതിക നിർമ്മാണത്തിന് ഉണ്ടായേ കഴിയും. എത്ര സൂക്ഷിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും ശരി തന്നെ അതിന് കേടുപാടുകൾ വന്ന് ഒരു 100 വർഷക്കാലത്തിന് ശേഷം ഇനിയും ഈ നാട്ടിലെ പൗരജനങ്ങൾ, ഹൈന്ദവ സമൂഹം ഇതുപോലെയോ ഒരുപക്ഷെ ഇതിൽ മനോഹരമായോ വിളക്ക് ഉണ്ടാക്കും എന്നെനിക്ക് തർക്കമില്ല. പക്ഷേ ഈ 100 വർഷക്കാലം അല്ലെങ്കിൽ അതിനോടടുപ്പിച്ച കാലം ഇനി ഒരാൾക്ക് ഈ സമർപ്പണം നടത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അത്യപൂർവമായ ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം. അത് നിർവഹിക്കുവാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച എൻ്റെ പൂർവ്വജന്മ സുഹൃതം. സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഇവിടെ അല്ലാതെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ സത്യത്തിൽ ഇവിടെ വന്നു ചേർന്നപ്പോഴാണ് എത്ര മനോഹരമായിരിക്കുന്നു ഈ വിളക്ക്. ഇതിൻ്റെ പുറകിലുള്ള കഠിനമായ അധ്വാനം, അതിലുപരി ഇവിടുത്തെ സജ്ജനങ്ങളുടെ കൂട്ടായ്മ, അതിനുള്ള ആത്മാർത്ഥത, ഭഗവതിയോടുള്ള ഭക്തി, ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഇതിൻ്റെ ഫലമാണ് ഈ അപൂർവമായ ഈ വിളക്ക്. നമ്മളുടെ ഈശ്വര ഭക്തി ബഹിർഗമിക്കുന്ന വിവിധ രൂപങ്ങളിലാണ്. ഞാൻ ബുധനൂര് ഇങ്ങനെ ഒരു വിളക്കിനെ കുറിച്ച് കേട്ടത് തന്നെ എൻ്റെ സുഹൃത്ത് വിശ്വനാഥൻ പിള്ള പറഞ്ഞപ്പോഴാണ്. പിന്നെ ശശിധരൻ പിള്ളയൊക്കെ പറഞ്ഞ് കേട്ടു അതിൻ്റെ വിശദാംശങ്ങൾ. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ അതിന് രൂപകൽപ്പന ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായത്. കക്ഷിശാസ്ത്രം, എന്തെല്ലാം ശാസ്ത്രങ്ങൾ ഇതിലുണ്ട്, എത്ര നാളത്തെ അധ്വാനമാണിത്, എത്ര ശ്രദ്ധയാണിത്, എന്ത് പണച്ചെലവാണ് ഇതിനുണ്ടായിട്ടുള്ളത്, എത്ര ആളുകളുടെ ഒത്തൊരുമിച്ച കൂട്ടായ്മയാണ് അതിൽ കൂട്ടി യോജിപ്പിച്ച കാര്യം, ഭഗവതിയോടുള്ള ആ തൃപ്പാദങ്ങളിലുള്ള ഭക്തി, ഇതെല്ലാം ഈ പ്രദേശത്തുണ്ടായി എന്ന് കാണുന്നതിൽ ഈ കരയോഗാംഗങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കാതിരിക്കുവാൻ സാധ്യമല്ല. കഠിനാധ്വാനവും
കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് അസാധ്യമായ ഒരു സംഗതിയുമില്ലെന്ന് സമുദാചാര്യൻ ശ്രീ മന്ദത്വനാഥൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നത് എത്രയോ ശരിയാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ വിളക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നും അത്ഭുതം സൃഷ്ടിച്ച മഹാനുഭാവനായിരുന്നു ശ്രീ മന്ദത്വനാഥൻ. ഇന്ന് നമ്മൾ MC റോഡ് വഴി യാത്ര ചെയ്താൽ കേരളത്തിലെല്ലാം കാണുന്ന ഈ മഹാസൗധങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ എന്നിങ്ങനെ പറയുന്നു. വിശ്വനാഥൻ പിള്ളയ്ക്കാണ് കൂടുതൽ അറിയാവുന്നത്. 6000 ചില്ലുവാനും കരയോഗങ്ങളും അതേമാതിരിയുള്ള ആ ശൃംഖല തന്നെ ഒരു അത്ഭുത മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്ന് ഓർക്കണം. അതെന്തായിരുന്നു? ആ ദൃഢനിശ്ചയം, ആത്മാർത്ഥതയും അത്യധ്വാനവും കഠിന പ്രയത്നവും. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് അദ്ദേഹം ഈ സൃഷ്ടിച്ചു തന്ന സാമ്രാജ്യം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയത്. അതുപോലെയുള്ളൊരു പ്രയത്ന ഫലമാണ് ഇന്ന് നിങ്ങൾ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ മഹാവിളക്ക്. ഇത് ചിലര് പക്ഷെ ചോദിക്കും, ഇതുകൊണ്ട് എന്ത് ഫലം എന്ന്. നിങ്ങൾ ഭാരതത്തിലുടനീളം ഒന്ന് സഞ്ചരിക്കണം, എങ്കിൽ മാത്രമേ ആദ്യമായി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. ഇവിടുത്തെ വിവിധങ്ങളായ ആചാരങ്ങളെക്കുറിച്ചും വിവിധമായ വസ്ത്രധാരണ രീതികളെക്കുറിച്ചും ആഹാര രീതികളെക്കുറിച്ചും വിവിധങ്ങളായ ഭാഷകളെക്കുറിച്ചും എന്ന് വേണ്ട എല്ലാം വൈവിധ്യമാർന്ന ഒരു മഹാഭൂപ്രദേശത്തെ ഒന്നിച്ചു ചേർത്തിരുന്നത് ഇവിടുത്തെ അദ്വൈത ചിന്തയായിരുന്നു, ആധ്യാത്മികതയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അതിൻ്റെ ബാഹ്യ പ്രതിസ്ഫുരണങ്ങളാണ് ഇതേമാതിരിയുള്ള സൃഷ്ടികൾ. വിളക്കുകളെയും അതിനെ പൂജിക്കുകയും ചെയ്യുന്നത് ഭാരതത്തിലെ ഹിന്ദുവിൻ്റെ ആചാര്യന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രത്യേകമായ ഒരു അനുഗ്രഹവും ഒരു ശീലവുമാണ്. നിങ്ങൾ വടക്കേന്ത്യയിൽ ഗംഗയിൽ പല സ്ഥലത്ത് പോയാൽ ഞാൻ കണ്ടിട്ടുള്ളത്, പോയിട്ടുള്ളവർ അറിഞ്ഞ് കണ്ടിരിക്കും, ഗംഗാദേവിയെ പൂജിക്കുന്നു. ജയജഗദീശ ഹരേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വൈകിട്ട് വിളക്കുകൾ കൊളുത്തി ഗംഗയിൽ ഒഴുത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ. വിളക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇന്ന് സമയക്കുറവുകൊണ്ട് സംസാരിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ആ ദീപം, അതാണ് എല്ലാ ക്ഷേത്രത്തിലും നാം പ്രത്യേകമായി എടുത്തു കാണുന്ന ഒരു കാഴ്ച. ഇവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവിളക്ക്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം, അവിടെ ഒരു വശത്തു നിന്ന് നോക്കിയാൽ നെയ്യൊഴിച്ച് കത്തിക്കുന്ന വിളക്കുകളുടെ ഭംഗി, സൗന്ദര്യം, ശ്രീകോവിലുള്ള വിളക്കിൻ്റെ സൗന്ദര്യം അതേമാതിരിയല്ലേ ഇവിടെയും? ഇത് കലാരൂപമല്ലേ? നോക്കണം, ഒരു ദിവസം ഇനിയും വരാൻ പോകുന്ന അടുത്ത ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ ഈ ദീപങ്ങൾ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഇവിടെ പ്രദേശം മുഴുവൻ പ്രഭാപൂരമാകും എന്നുള്ള അവിതർക്കിതമായ സംഗതിയാണ്. ഭഗവതിയുടെ കടാക്ഷം, അനുഗ്രഹം ഇങ്ങനെ ഈ വിളക്കിൽ കൂടി ഇവിടെ വന്ന് ഈ വിളക്ക് തൊഴുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നു. അനുസ്യൂതം, അഭംഗുരം, നിർലോഭം അതിവിടേക്ക് പ്രവഹിക്കാൻ പോകുന്നു. അതാണ് ഈ വിളക്കിൻ്റെ മാഹാത്മ്യം. ഇതുകൊണ്ട് മാത്രം നിർത്തരുത് എന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ നിങ്ങളുടെ പ്രസിഡന്റിനോട് ചോദിച്ചു, ഇവിടെ മതപാഠശാലയുണ്ടോ എന്ന്. നല്ലവണ്ണം ഒരു മതപാഠശാല നടക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. എനിക്കതിൽ വളരെ സന്തോഷവും തോന്നി. സ്വാമിജിയെ പോലെയുള്ള പുണ്യപുരുഷന്മാരിവിടെ വന്ന് മതപ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അത് നമ്മളുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ വേദാന്ത ചിന്ത, ആധ്യാത്മിക കാര്യങ്ങളുടെ ഒരു ആപാദജ്ഞാനവും ബാലപാഠവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഉണ്ടാകണമെങ്കിൽ കുരുന്ന മനസ്സിൽ അത് പഠിക്കണമെങ്കിൽ പാഠങ്ങൾ മതപാഠശാലകളില്ലാതെ നിവർത്തിയില്ല. ഇന്ന് ഭാരതത്തിലുടനീളം പത്രം വായിച്ചാലും TV തുറന്നാലും കാണുന്ന അസഹനീയമായ ഇവിടുത്തെ ധർമ്മച്യുതി നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനമായ ആധ്യാത്മിക ഒലിച്ചുപോയോ എന്ന് തോന്നുന്നില്ലേ? ഭാരതത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പ്രവഹിച്ചിരുന്നത് ഇത് അറിവിന്റെ നാടായതുകൊണ്ടാണ്. ഭാരതത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? അദ്വൈത സിദ്ധാന്തം.
ധർമ്മം, അതിന് ഈ പ്രദേശം ഇവിടുത്തെ ജനങ്ങൾ, നമ്മളുടെ ഋഷിവര്യന്മാർ നൽകിയിരുന്ന പ്രാധാന്യം എത്രമാത്രം ഉണ്ടായിരുന്നു. ഇന്ന് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്ന എത്ര പേരുണ്ട്? ഒരുപക്ഷെ സംസ്കൃത പഠനം കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കാവുന്ന കാരണം ഇവിടെ വിശ്വരൂപവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് സംസ്കൃത പഠനം നടത്തി പണ്ഡിതന്മാരാകണം എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ എങ്കിലും അതേക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബാലപാഠങ്ങൾ ഉണ്ടാകാം. ഇവിടെ സപ്താഹം നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർഭാടമായി സപ്താഹങ്ങൾ നടത്തണമെന്നല്ല, പക്ഷേ ഒരു സപ്താഹം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഭാഷണങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വേദാന്ത ചിന്തയുടെ ആദ്യ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. പരക്കെയുള്ള ആക്ഷേപം ഉച്ചയ്ക്ക് പ്രസാദം കൊടുക്കുന്ന സമയത്ത് ആളുകൾ കൂടും, അതിന് മുമ്പും അതിന് ശേഷവും ആരും തന്നെ കാണുകയില്ല എന്നുള്ളതാണ്. അത് ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടാകണം. ഇതര മതസ്ഥരെക്കുറിച്ച് നിങ്ങൾ നോക്കുക. ക്രിസ്ത്യാനികൾക്ക് സൺഡേ സ്കൂളുണ്ട്, മുസ്ലിങ്ങൾക്ക് മദ്രസകളുണ്ട്. ഇവിടെ രണ്ട് സ്ഥലത്തേക്കും കുട്ടികളെ കൊണ്ടുവിടുന്ന രക്ഷാകർത്താക്കളാണ്. മറ്റ് പാഠങ്ങൾ പഠിക്കുന്നത് പോലെ ശ്രദ്ധയോടുകൂടി അവരുടെ മതപഠനം നടത്തുന്നു. നടക്കട്ടെ, നടക്കണ്ടെന്നല്ല, തീർച്ചയായും അവരവരുടെ മതപാഠശാലകൾ നടക്കട്ടെ. പക്ഷെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മതപാഠശാലകളുണ്ടോ? ക്രമമായി അതിന് പ്രോത്സാഹനം ഇവിടുത്തെ രക്ഷകർത്താക്കൾ നൽകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഈ അവസരത്തിൽ, ഈ വിളക്ക് സമർപ്പണം നടന്ന ഈ സന്ദർഭത്തിൽ ചിന്തിക്കണം. നമ്മുടെ പൂർവികന്മാർ നമുക്ക് അനവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു തന്നു. അതുകൊണ്ടല്ലേ ഇന്ന് ഈ സംസ്കാരം കുറച്ചെങ്കിലും ഈ നാട്ടിൽ നിലനിൽക്കുന്നത്. ക്ഷേത്രങ്ങളിൽ വരാനും ഈശ്വരഭജനം നടത്താനും വ്രതങ്ങൾ അനുഷ്ഠിക്കാനും ഒരു പരിധിവരെയെങ്കിലും മുഴുവൻ ശാസ്ത്രീയമായില്ലെങ്കിലും പ്രാകൃതമായിട്ടെങ്കിലും അപരിഷ്കൃതമായിട്ടെങ്കിലും ഇന്ന് നമുക്കത് സാധിക്കുന്നത് ക്ഷേത്രങ്ങളുള്ളതുകൊണ്ടാണ്. ഹൈന്ദവന്റെ ഭാരതത്തിലെ സംസ്കാരം, ആധ്യാത്മികത നിലനിർത്തുന്ന കേന്ദ്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ അടിസ്ഥാനമായി ഒരു കാലത്ത് മതപാഠശാലകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ന് നശിച്ചു പോയിരിക്കുന്നു. പൊതുവെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മാറിയിരിക്കുന്നു. ബ്രിട്ടീഷുകാരൻ നമുക്കിവിടെ കൊണ്ടെത്തുന്ന വൈറ്റ് കോളർ ജോബിന് വേണ്ടിയുള്ള ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. യഥാർത്ഥമായ വിദ്യാഭ്യാസം അതല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, വലിയ വിശാലമായ ഒരു വിഷയം. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ള ചർച്ചകൾക്കൊന്നും ഒരു വേദിയല്ല. പക്ഷേ അത് അങ്ങനെ ശോച്യാവസ്ഥ വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി അദ്ദേഹം പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ച് സംഘടനാ ശാഖ വഴി ഒരു പരിഷ്കാരം നടത്താൻ പോകുന്നു. അതായത് ഓരോ NSS കരയോഗങ്ങളിലും അടിസ്ഥാനപരമായ വേദാന്ത പഠനം, ആധ്യാത്മികത പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥിരം ആയ ഒരു സംവിധാനം ഏർപ്പെടുത്തുവാൻ ശ്രീ വിശ്വനാഥൻ പിള്ളയുടെ ചുമതലയിൽ കരയോഗങ്ങളിലെ ഈ ക്ലാസുകൾ തുടങ്ങാൻ പോവുകയാണ്. അത് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേകമായ ഒരു പരിപാടിയാണ്. അതിൻ്റെ ഉദ്ദേശം ഇവിടെ നായർ സമുദായത്തിന് മാത്രമല്ല, ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ തന്നെ ആധ്യാത്മികയെ ഉണർത്തിയെടുത്ത് പഴയ സംസ്കാരം ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ബോധവൽക്കരണം നടക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ രക്ഷകർത്താക്കൾക്കാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം മതപാഠശാലയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഹൈന്ദവര്, പ്രത്യേകിച്ച് നായന്മാര്, കുട്ടിക്ക് ട്യൂഷനുണ്ട് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകണം എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കൾ കൂടി പ്രോത്സാഹിക്കാത്ത പക്ഷം ഇത്തരം പഠനങ്ങൾ നടക്കുകയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പഠനങ്ങളൊക്കെ നടത്തിയിരുന്നത് എങ്ങനെയാണ്? അമ്മമാരും അമ്മൂമ്മമാരും കുളിപ്പിക്കുമ്പോഴും താരാട്ടുപാടി ഉറക്കുമ്പോഴും ചോറ് വാരി തരുമ്പോഴും ഭഗവാന്റെയും ഭഗവതിയുടെയും കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇന്ന് എത്ര അമ്മൂമ്മമാർക്കും എത്ര അമ്മമാർക്കും ഈ കഥകൾ അറിയാം? ഒരുപക്ഷെ TV-യിൽ കാണുന്ന സീരിയൽ അല്ലാതെ വ്യവസായത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളിലൂടെ വന്നിട്ടുള്ള കഥകളല്ലാതെ മറ്റേത് കഥകളാർക്കാം? മുഴുവൻ രാമായണവും വായിക്കാറുണ്ട്. പണ്ട് നമ്മളുടെ അമ്മമാരും അമ്മൂമ്മമാരും അങ്ങനെ ആയിരുന്നു. ഭാഗവതം ക്രമമായി ഏതെല്ലാം ഭവനങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇതറിയാതെ തന്നെ ഈ സംസ്കാരം മനസ്സിലേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ വേദാന്ത പഠനത്തിന്റെ ആദ്യ പാഠങ്ങളെങ്കിലും നമുക്കുണ്ടാകണ്ടേ? ആ വലിയ വിടവ് നികർത്തിയെടുക്കുവാനാണ് ഇന്ന് നായർ സർവീസുകളുടെ ജനറൽ സെക്രട്ടറി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. ഇന്ന് ട്യൂഷന് പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്കും
ക്രിസ്ത്യൻ സമുദായത്തിലെ കുട്ടികൾക്കും ഞായറാഴ്ച ട്യൂഷന് പോകാത്തത് കൊണ്ട് അവരുടെ ഇടയിൽ എഞ്ചിനീയർമാരില്ലേ, അവർക്ക് ഡോക്ടർമാരില്ലേ? അതുപോലെ എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന് ഇതേമാതിരി ട്യൂഷൻ എന്ന് പറഞ്ഞ് ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കാനുള്ള വൈമുഖ്യം ഉണ്ടാക്കുന്നു? അതിന് ഉത്തരവാദികൾ തീർച്ചയായും രക്ഷകർത്താക്കൾ മുതിർന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആധ്യാത്മിക പഠനം നടത്തുന്ന മതപാഠശാല നല്ലവണ്ണം നടത്തുന്നതാണെങ്കിൽ, ബാലപാഠങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനത് ഉതകുന്നതാണെങ്കിൽ നിങ്ങൾ രക്ഷകർത്താക്കൾ നിങ്ങളുടെ കുട്ടികളെ അവിടേക്ക് അയക്കണം. ഇല്ലെങ്കിൽ അനധിവിദൂര ഭാവിയിൽ ഇവിടെ ഈ കരയോഗങ്ങളിലെല്ലാം തന്നെ തുടങ്ങാൻ പോകുന്ന വേദാന്ത പഠന ക്ലാസുകൾ നായർ സർവീസ് സൊസൈറ്റിയുടെ നമ്മളുടെ രജിസ്ട്രാറുടെ പ്രത്യേകമായ ചുമതലയിൽ തുടങ്ങാൻ പോകുന്ന ഈ പാഠശാലകളിലേക്ക് നമ്മളുടെ കുട്ടികളെ അയക്കണം. അയച്ച് ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഇനി മേലാൽ ഉണ്ടാകാൻ പോകുന്ന നവാഹങ്ങളും സപ്താഹങ്ങളും മറ്റുള്ള പുണ്യകർമ്മങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കി നാം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ഈ പ്രപഞ്ചത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മഹർഷിയന്മാർ ചിന്തിച്ച് മനസ്സിലാക്കി ഉത്തരം തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഈ ജീവിതം, എന്താണ് ഇതിന്റെ ഉദ്ദേശം, എന്താണ് സംസ്കാരം, ആധ്യാത്മിക എന്താണ്, ഇത് മനസ്സിലാക്കി ഭാരതത്തിലെ നമ്മുടെ സംസ്കാരത്തിന് കൂടുതൽ ശക്തിയാർജിക്കാനുള്ള സഹായങ്ങൾ നിങ്ങൾ രക്ഷകർത്താക്കൾ ഈ ക്ഷേത്ര സങ്കേതത്തിൽ നടത്തണം എന്നുകൂടി മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യകർമ്മം നിർവഹിക്കാൻ ഇടയായതിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിൽ നിങ്ങളോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ പുണ്യകർമ്മം നിർവഹിക്കാൻ ഭഗവതി എന്നെ അനുഗ്രഹിച്ചതിൽ ഭഗവതിയോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഈ വിളക്ക് ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. അദ്ദേഹത്തിന് സ്വർണ്ണ മോതിരം സമർപ്പിക്കുന്നതിനായി സെക്രട്ടറി ഗോപാലകൃഷ്ണൻ അവർ അദ്ദേഹത്തിന് പരാശക്തിയുടെ വിഗ്രഹം സമർപ്പിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ ആദരിക്കുന്നു. പ്രസന്നൻ ആശാരി, രവി ആശാരി, ഗോപാലകൃഷ്ണൻ ആചാരി, അനിൽ ആചാരി, ഹരിക്കുട്ടൻ ആചാരി, ദിലീപ് ആചാരി, രമേശൻ ആചാരി, ശ്രീകുമാർ ആചാരി, സുധീഷ് ആചാരി, പള്ളിവിളക്കിന്റെ തച്ചന്മാരാണ് കൊടിയൻ ആചാരി, അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് ശ്രീ അനന്തകുമാര പണിക്കർ, നമ്മുടെ കുന്നത്തൂർ കുളങ്ങര ദേവി സന്നിധി ബുധനൂർ കിഴക്ക്
775 നമ്പർ കരയോഗം വകയായി സമർപ്പിച്ച നമ്മുടെ പള്ളിവിളക്കിൻ്റെ സമർപ്പണ ചടങ്ങ് നിർവഹിക്കുവാൻ ഇവിടെ എത്തി. അത് നിർവഹിച്ച നമ്മുടെ സമാരാധനായ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്, നമ്മുടെ ജില്ലാ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് റിട്ടയർഡായിട്ടുള്ള ബഹുവന്ദനായ അഡ്വക്കേറ്റ് പി എൻ നരേന്ദ്രനാഥൻ നായർ സാർ അവർ നമുക്കിന്നിവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബഹു സമ്പൂജ്യ ശ്രീമദ് വേദാനന്ദ സരസ്വതി സ്വാമികൾ, നമ്മുടെ ഈ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അധ്യക്ഷൻ, യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ സോമശേഖര കാരണവർ, ഇന്നത്തെ സമ്മേളനത്തിലെ ആശംസാ പ്രാസംഗികരായി ഇവിടെ ഉള്ള പള്ളി വിളക്ക് സേവാ സംഘം പ്രസിഡന്റ് അനന്തകുമാര പണിക്കർ, പ്രിയപ്പെട്ട ശ്രീ സുരേഷ് മീനത്തേവിൽ, ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണ കൂപ്പ്, ബഹുമാനായ ടി കെ കുമാരകൃഷ്ണ പണിക്കർ, ബഹുമാനപ്പെട്ട എം കെ ശ്രീകുമാർ, മഹേഷ് വെമ്പളത്തേട്ടം വന്നില്ല, ബഹുമാനായ നമ്മുടെ കരയോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ബഹുമാനായ ശ്രീ മാനാമ്പുറത്ത് ശ്രീ ശശിധരൻ പിള്ള, നമ്മുടെ കരയോഗങ്ങളിലെ അഭ്യുദയകാംക്ഷികൾ, ബഹുവന്ദരായ ക്ഷേത്ര വിശ്വാസികൾ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെയേറെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങിനാണ് നാം ഏവരും ഇവിടെ സാക്ഷിയായത്. നമ്മുടെ അഭിനന്ദനായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷെങ്കിലൊരു ശതാബ്ദത്തിൽ ഒരിക്കൽ മാത്രം, അത് ഞാൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ, ഒരു പക്ഷെങ്കിൽ ഒരു ശതാബ്ദത്തിൽ ഒരിക്കൽ മാത്രം നടക്കാവുന്ന ഒരു മഹത്തായ കർമ്മമാണ്. ഞാൻ ബഹുമാനപ്പെട്ട കാർന്നവരോട് വിളിച്ചു, അയാളുടെ 10 അപ്പുറത്ത് പണിഞ്ഞിട്ട് തന്നെ 40 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു 60 വർഷം കൂടിയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു ശതാബ്ദത്തിൽ മാത്രം നടക്കാവുന്ന ഒരു സത്കർമ്മമാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ അത് ജാതി മത ഭേദം എന്നീ ഈ പ്രദേശത്തുള്ളവരുടെ എല്ലാം അനുഗ്രഹദായികയാണ് അമ്മ. അമ്മയിൽ സമർപ്പിക്കുവാൻ ഈ ചടങ്ങിൽ ഈ പ്രദേശത്തെ വിവിധ സമുദായ സാമൂഹ്യ ആളുകൾ എത്തിയിട്ടുണ്ട്. വിശ്വാസമാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. നിശ്ചയമായും നമ്മുടെ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായി നിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹമാണ്. നമുക്കറിയാം, ഒരു പ്രദേശത്തിലെ ഐശ്വര്യം നിലനിൽക്കുന്ന ദേവാലയങ്ങളിൽ തന്നെയാണ്. ദേവാലയങ്ങളുടെ ഐശ്വര്യം, അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ഉള്ള ആളുകളുടെ അർപ്പണ സ്വഭാവത്തിലുണ്ടാകുന്ന കാഠിന്യം, അത് ആ ക്ഷേത്രത്തിനെയും ഐശ്വര്യവത്താക്കും. അത് പരസ്പര പൂരകമാണ്. ഒപ്പം തന്നെ ആ പ്രദേശത്തിന് ഐശ്വര്യമുണ്ടാകും. നിശ്ചയമായും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിനും വളർച്ചയ്ക്കും കാരണീഭൂതയായിട്ടുള്ളത് അമ്മയുടെ അനുഗ്രഹമാണ്. അതിന് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ വരദാനിയായ അമ്മയുടെ അനുഗ്രഹത്താൽ സമ്പുഷ്ടമായ ഈ പ്രദേശത്തെ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനകത്ത് മറ്റ് വിഭാഗീയതകളൊന്നുമില്ല. ഒരു ഐക്യത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒരു സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയാണ്. നിശ്ചയമായും നമ്മുടെ ഐക്യമുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ ബഹുവന്ദനായ സ്വാമിജിയും ബഹുമാനപ്പെട്ട പ്രസിഡന്റും അത് സൂചിപ്പിച്ചു, ഐക്യം, നമുക്ക് അർപ്പണബോധമുണ്ടെങ്കിൽ, നമുക്കൊരു കാര്യങ്ങളിൽ ഒരു ഉദ്ദിഷ്ടതയുണ്ടെങ്കിൽ, അക്കാര്യത്തിൽ ഒരു ജാഗ്രതയുണ്ടെങ്കിൽ
നമുക്ക് നേടുവാൻ കഴിയാത്തത് ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ പള്ളിവിളക്ക്. നമ്മുടെ സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ചെറുതായി സൂചിപ്പിച്ചു പോയി നമ്മുടെ പ്രസിഡന്റ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിശ്ചയദാർഢ്യവും അർപ്പണബോധവും സത്യസന്ധതയും കൈമുതലായിക്കൊണ്ടുള്ള ആജ്ഞാശക്തിയോടുകൂടിയുള്ള കഠിനാധ്വാനമാണ് ഇന്ന് നമ്മളിവിടെ ഈ കൂട്ടായ്മയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റി ഒരു ഭാഗം. അപ്പോൾ അത്രയും വലിയ ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ല, നിങ്ങൾ 18 ചക്രമോ അങ്ങനെ ചക്രത്തിൻ്റെ കാലത്താണ് ഒരു 18-19 ചക്രം കയ്യിൽ ഒരു ബഡ്ജറ്റ് കൂട്ടിവെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് നാം ഏവരും കാണുന്ന, നാം ഏവരും അനുഭവിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി. അപ്പോൾ അവിടെ ഒരു അർപ്പണബോധത്തിൻ്റെ, ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരു സന്ദേശം അതിനകത്തുള്ളത്, നമുക്കൊരു അർപ്പണബോധമുണ്ടെങ്കിൽ, നമുക്കൊരു കഠിനാധ്വാനത്തിൻ്റെ മനസ്ഥിതി ഉണ്ടെങ്കിൽ, സർവ ഉപരിയായി ഒരു സത്യസന്ധതയുടെ ദിശാബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നേടുവാൻ കഴിയാത്തത് ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നായർ സർവീസ് സൊസൈറ്റി. അതുതന്നെയാണ് നമ്മുടെ ഈ പള്ളിവിളക്ക്. ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഇതിലെ ബഹുമാനപ്പെട്ട സംഘാടകർ ഇത് പല പ്രാവശ്യമായി ഇത് മാറ്റിവെച്ചു, നമുക്ക് ഇത് തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. എങ്കിലും അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കുകയുണ്ടായി. പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ച് നമുക്കത് ചെയ്യാം എന്നുള്ള ഒരു പ്രതിബദ്ധതയിലേക്ക് നീങ്ങിയപ്പോൾ 1000-1200 തച്ചുകൾ, 10-15 ശില്പികൾ ഒന്നിച്ചിരുന്നു കൊണ്ട് കൃത്യമായി പണിയുവാനും അതിനുള്ള പണം കണ്ടെത്തുവാനും അതിനുള്ള സമയം സ്പെൻഡ് ചെയ്യുവാനും മറ്റുള്ള എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന, വിവിധങ്ങളായ തുറകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെയൊക്കെ കഴിവുകൾ, നമ്മുടെയൊക്കെ ആരോഗ്യം, നമ്മുടെയൊക്കെ മനസ്സ്, നമ്മുടെയൊക്കെ ആ സ്രോതസ് ഒന്നിച്ച് സ്വരൂപിക്കുവാൻ കഴിഞ്ഞപ്പോൾ ഈ പള്ളിവിളക്ക് ഇവിടെ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടായ്മയുടെ ഒരു സ്വരമാണ്, ഐക്യത്തിൻ്റെ ഒരു സ്വരമാണ്, ഇത് സാഹോദര്യത്തിൻ്റെ ഒരു സ്വരമാണ്. നിശ്ചയമായും ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ എല്ലാവരുടെയും സമഭാവനയുടെ ഒരു ശില്പമായി ഇതിവിടെ കാണും, നിശ്ചയമായി കാണണമേ എന്ന് ദേവിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇതിലെ ശില്പികളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നമുക്കാണ് സ്വാഗതം ആശംസിച്ച ശ്രീ ഗോപാൽ പണിക്കർ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീമദ് വേദാനന്ദ സരസ്വതി സ്വാമിയെ, ബഹുമാനപ്പെട്ട NSS കാര്യവും NSSൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ PN നരേന്ദ്രൻ നായർ അവർ, നമ്മുടെ താലൂക്കിലെ NSSന് നേതൃത്വം നൽകുന്ന, അതോടൊപ്പം NSSൻ്റെ കാര്യയോഗം രജിസ്ട്രാറുമായി നമ്മോടൊപ്പം ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചു വരുന്ന ശ്രീ KN വിശ്വാസപിള്ള, ശ്രീ കാര്യയോഗത്തിൻ്റെ മറ്റ് പ്രസിഡന്റുമാരായ ശ്രീ രാധാകൃഷ്ണക്കുറുപ്പ്, ശ്രീ ഗോപാലകൃഷ്ണ പണിക്കർ, ശ്രീ അങ്ക ശ്രീകുമാർ, ശ്രീ മഹേശ്വരൻ നായർ, അതോടൊപ്പം 775 സെക്രട്ടറി ശ്രീ സുരേഷ് മീനത്തെ, കൃതജ്ഞത ആശംസിക്കുന്ന ജയകൃഷ്ണൻ, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ, എന്നെ കേൾക്കുന്ന മാന്യമഹാജനങ്ങൾ, നാമെല്ലാം ഇന്നൊരു സന്തോഷത്തിൻ്റെ ധന്യമുഹൂർത്തത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ പ്രത്യേകിച്ച് കിഴക്കേ കരയോഗത്തിലെ ഓരോ അംഗങ്ങളും ഈ കരയോഗത്തിലെ ഇങ്ങനെയുള്ളൊരു ഉദ്യമം ഏറ്റെടുത്ത പ്രസിഡന്റിനെയും സെക്രട്ടറിയും അതുപോലെ മറ്റ് കരയോഗ ഭാരവാഹികളെയും പള്ളിവിളക്ക് സഹസംഘം പടിഞ്ഞാറക്കരയുടെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എനിക്ക് വ്യക്തിപരമായി അറിയാം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന പ്രവർത്തനവും അതിനവർ ഉപയോഗിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനം എന്താണെന്ന്. ഞാൻ ഈ ക്ഷേത്രവുമായി ഒരുപാട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ്. രാപകലില്ലാതെ ഇവിടുത്തെ അതിൻ്റെ സംഘാടക ശക്തികൾ ഒന്നിച്ച്, അതായത് കരയോഗത്തിൻ്റെ പ്രവർത്തക കമ്മിറ്റി അംഗങ്ങൾ ഫുൾ ടൈം കഴിഞ്ഞ 5 ദിവസം 6 ദിവസം കാലമായി